വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SSC അതുപോലെ തന്നെ ബാങ്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ട്രൈ ചെയ്യുന്ന 2 എക്സാംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ചില ആൾക്കാർ SSC അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ ഓക്കെ നമുക്ക് SSCയും ബാങ്കും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്താലോ, നമുക്ക് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ വരുന്ന എല്ലാ എക്സാംസും എഴുതിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ എഫിഷ്യൻസിയും നിങ്ങളുടെ എന്താ പറയുക മെൻ്റൽ കപ്പാസിറ്റിയും വിൽ പവറും ഒക്കെ അനുസരിച്ച് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് മാറി മാറി വരും. എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സാംസിനും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസ് എന്താണ്, അതുപോലെ തന്നെ കോൺസ് എന്താണ്, മാത്രമല്ല 2 എക്സാംസിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ 2 എക്സാംസിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ SSC അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം 2 എക്സാംസിനും ചില ടോപ്പിക്കുകൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതായത് SSC എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ടയർ 1ൽ മെയിനായിട്ടുള്ളത് റീസണിങ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ GK കറണ്ട് അഫയേഴ്സ് വരുന്നൊരു പാർട്ടുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ബാങ്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് GK കറണ്ട് അഫയേഴ്സ് പൊതുവിലെ പ്രിലിംസ് എക്സാംസിന് ഉണ്ടാവാറില്ല, മെയിൻസിനാണ് ഉണ്ടാവുക. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ കോമൺ ടോപ്പിക്സ് ആണ്. നമുക്ക് മാത്സ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ടോപ്പിക്കുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഈ സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രിഗ്നോമെട്രി, ജോമെട്രി, ഓൾജിബ്ര എന്നൊക്കെ പറയുന്നത് SSC എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കുകളാണ്. ഓക്കെ, അഡ്വാൻസ്ഡ് മാത്സിൽ വരുന്ന ഒരുപാട് വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകളാണ്. ഇതിൽ പല ടോപ്പിക്കുകളും, അതായത് പ്രത്യേകിച്ച് ഈ 3 ടോപ്പിക്കുകളും നമുക്ക് എവിടെ ഇല്ല, ബാങ്ക് എക്സാംസിന് പൊതുവെയുള്ള എക്സാം സിലബസുകളിൽ കാണാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരുന്ന സമയത്ത് ബാങ്ക് എക്സാംസിനും അതുപോലെ SSC എക്സാംസിനും കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. പക്ഷേ ബാങ്ക് എക്സാമിന് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ലാസ്റ്റ് 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ ഡീപ്പായിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ SSC എക്സാംസിന് നമ്മൾ എപ്പോഴും പറയുന്നത് പാസ്റ്റ് 1 ഇയറിൻ്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നാണ്. ചില സമയത്ത് 2 വർഷം മുന്നുള്ള കറണ്ട് അഫയേഴ്സും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര ഡീപ്പായിട്ട് ഒരു ബാങ്കിന് ചോദിക്കുന്ന ലെവലിൽ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചു കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഈ എക്സാംസിനുണ്ട്. എന്നാലും സിലബസ് ഓൾമോസ്റ്റ് കുറേ ഏരിയാസ് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ആവും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ SSCയുടെ കീഴിൽ നടത്തുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. മെയിനായിട്ട് CGL, CHSL, MTS. ഇതല്ലാതെ നിങ്ങൾ സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെനോ ഉണ്ട്, CPO ഉണ്ട്, GD ഉണ്ട്, ഇങ്ങനത്തെ പല എക്സാമുകളുണ്ട്. ഈ എക്സാമിനെല്ലാം കൂടെ വരുന്ന വേക്കൻസീസ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബാങ്ക് എക്സാംസിന് പഠിക്കുകയാണെങ്കിൽ ആ ഒരു വേക്കൻസീസിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി ഒബിയസ്ലി ഇൻക്രീസ് ആവും. അതായത് നിങ്ങളിപ്പം SSC എക്സാംസിന് വേണ്ടി മാത്രം ഒരു 20,000 വേക്കൻസിക്ക് വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ ബാങ്ക് കൂടെ നോക്കുമ്പോൾ ബാങ്കിലും എല്ലാ വർഷവും ഒരു 7 എക്സാംസ് വരുന്നുണ്ട്, SSCക്കും ഒരു 9ഓളം എക്സാംസ് വരുന്നുണ്ട്. അതിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് എന്ന് പറയുമ്പോൾ ഒരു 3 എക്സാംസ് എന്തായാലും CGL, CHSL, MTS വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 എക്സാംസ് എഴുതുന്നതിന് പകരം ഒരു 10 എക്സാംസിന് അപ്പിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ ജോലിയിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റിയും കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊരു രണ്ടാമത്തെ ബെനിഫിറ്റാണ്. ഇനി മൂന്നാമത് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എഫിഷ്യൻസിയാണ്. നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷം എടുത്താണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ 3 വർഷം നിങ്ങൾ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വെച്ചത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഇതിന് രണ്ടിനും കൂടെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, എല്ലാ വർഷവും ബാങ്കിൻ്റെ എക്സാംസും SSC എക്സാംസും എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ടൈമിനെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, നിങ്ങളുടെ സമയത്തിന് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പർപ്പസായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ്സും ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും ഒരു എക്സ്ട്രാ എഫേർട്ടാണ് അല്ലേ നിങ്ങൾ എടുക്കുന്നത്. സോ ഇറ്റ് കംസ് വിത്ത് കുറച്ച് കോൺസ് ഓൾസോ. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമും എഫേർട്ടും നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു 8 to 10 hours ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെയിലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടിനും കൂടെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഗുഡ് ഐഡിയ ആയിട്ട് വരത്തില്ല. ബിക്കോസ് 2 എക്സാംസും
സിമിലർ കോമൺ ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും രണ്ട് എക്സാമിൻ്റെയും പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കേണ്ടതും ഡിഫറെൻ്റ് ആയിട്ട് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം ബാങ്കും SSCയും എക്സാം പാറ്റേൺസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ സ്പീഡ് അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഒന്നും തന്നെ സെയിം അല്ല. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരും. നമ്മൾ SSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയി ബാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബാങ്കിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് SSC എക്സാംസിലേക്കും അങ്ങനെ പെട്ടെന്ന് തിരിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല സമയമെടുത്ത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് രണ്ടിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ സ്ട്രെസ് ഇൻക്രീസ് ആവും. കാരണം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ സ്പീഡ് നിങ്ങൾ അക്വയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവും എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എക്സാംസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, എക്സാംസ് നമ്മൾ പറഞ്ഞു കോമൺ ടോപ്പിക്കാണ്, കോമൺ സിലബസ് ആണ്, കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നുണ്ട്. എന്നാലും രണ്ട് എക്സാംസിൻ്റെയും റിക്വയർമെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ലൈക്ക് ടൈം എങ്ങനെ അലോക്കേറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. പ്രിഫറബിളി നിങ്ങൾ രണ്ടിനും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബാങ്ക് എക്സാംസിന് വേണ്ടി പഠിക്കാം. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാങ്ക് എക്സാംസിൻ്റെ സിലബസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൊച്ചാണ്. അതായത് എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് മതി. GKക്ക് അധികം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ SSCയിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റാറ്റിക് GK ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. നമുക്കൊരു വർഷമെങ്കിലും, ഒരു 6 to 8 months എങ്കിലും മിനിമം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് SSCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബാങ്കിൻ്റെ സിലബസ് കുറച്ചും കൂടെ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് ആ സിലബസ് കുറച്ചും കൂടെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് ആദ്യമേ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആദ്യം SSCക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ SSCക്ക് വേണ്ടി നിങ്ങളൊരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ബാങ്ക് പഠിക്കണം. ഓക്കെ, അതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി നിങ്ങൾ ആദ്യം ബാങ്കിൻ്റെ സിലബസ് എടുത്ത് വെച്ചു. പ്രിപ്പറേഷൻ തുടങ്ങാത്ത ഒരാളെ പറ്റിയാട്ടോ ഞാൻ പറയണേ. നിങ്ങൾ ബാങ്കിൻ്റെ സിലബസ് എടുത്ത് വെക്കുന്നു, നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ബാങ്കിൻ്റെ മോക്കുകൾ ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം അതൊരു സൈഡിൽ കൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ SSCക്ക് വേണ്ട എക്സ്ട്രാ ടോപ്പിക്സ് ആയിട്ടുള്ള നമ്മുടെ അഡ്വാൻസ്ഡ് മാത്സ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അതായത് ജോമെട്രി വരും, ട്രിഗ്നോമെട്രി വരും, ഓൾജിബ്ര വരും. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ പതുക്കെ GKയിലേക്ക് മാറുന്നു. അവിടെ തന്നെ കറണ്ട് അഫയേഴ്സും ഉണ്ടാവും, നോർമൽ GK ഉണ്ടാവും. GK വരുന്ന സമയത്ത് ബാങ്കിന് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ അവയർനെസ്, എക്കണോമി, ബാങ്കിങ് ഹിസ്റ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ SSCയിലേക്ക് വരുമ്പം എല്ലാ കാര്യങ്ങൾക്കും അതായത് നമുക്ക് സയൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലായിടത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബാങ്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അതിനുശേഷം എക്സ്ട്രാ വേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് സമയമെടുത്ത് ആഡ് ചെയ്ത് പോവാം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ രണ്ടിനും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇംഗ്ലീഷൊക്കെ വലിയ വ്യത്യാസം വരില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടെ വായിക്കാനൊക്കെ ഉണ്ട്. വായിച്ച് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതൽ റീഡ് ചെയ്ത് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കിൽ വരിക. അത് ഉറപ്പായിട്ട് നിങ്ങൾ SSCക്ക് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, റീസണിങ്ങും നമ്മുടെ SSC റീസണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ബാങ്കിൻ്റെ റീസണിങ് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് നിങ്ങൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് SSCയുടെ റീസണിങ് വളരെ ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ GK മാത്രം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് സമയമെടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണം. അതുപോലെ അഡ്വാൻസ്ഡ് മാത്സിൽ വരുന്ന ടോപ്പിക്കുകളും നിങ്ങൾ സമയമെടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് എക്സാം ഒരു വർഷത്തിൽ തന്നെ ഒരു 7 എക്സാംസ് 8 എക്സാംസ് ഇങ്ങനെ മിനിമം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇപ്പോൾ IB, അതുപോലെ FCI പോലുള്ള എക്സാംസ് ഒക്കെ ബാങ്കിൻ്റെയും പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻവോൾവ് ആവാറുണ്ട്. അപ്പോൾ ഈ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. അതിനുശേഷം SSC എക്സാംസ് വരുമ്പോൾ ആ ലാസ്റ്റ് ഒരു 1 month നിങ്ങൾ കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തിട്ട് SSCയുടെ മോക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 2 എക്സാംസിനും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ്. എപ്പോഴും നിങ്ങൾ ഒരു എക്സാംസിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ഗുഡ് ഐഡിയ. ബിക്കോസ് നിങ്ങൾക്ക് എന്താ പറയുക, അത്ര സ്ട്രെസ് കുറഞ്ഞ് കിട്ടും. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാം, ഒരു സിലബസിൽ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ രണ്ടും എഫക്റ്റീവായിട്ട് പഠിക്കുകയും അപ്പയർ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെയും എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ദിശയുടെ ഒരു പുതിയ കോഴ്സ് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ബാങ്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാങ്കിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്.
SBI, IBPS, RRB തുടങ്ങിയ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബാച്ച്. പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബാച്ച് ആയിരിക്കും ഇത്. December 27 മുതലാണ് ഈ ബാച്ച് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 4999 ഈ കോഴ്സ് ലോഞ്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 8075753676, അല്ലാന്നുണ്ടെങ്കിൽ 7012615062 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇനി നിങ്ങൾ രണ്ടിനും എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് എക്സാംസിൻ്റെയും പാറ്റേണും സിലബസും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവർ കുറേ കോമൺ ടോപ്പിക്സ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? അതായത് നമ്മുടെ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് പോലുള്ള കോമൺ ടോപ്പിക്കുകൾ ഈ രണ്ട് എക്സാംസും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ വെയിറ്റേജും ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ GK എന്ന് പറഞ്ഞിട്ട് SSC എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ല എപ്പോഴും ബാങ്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ SSC എക്സാംസിൻ്റെ കീഴിൽ മെയിനായിട്ട് എല്ലാവരും എഴുതുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന SSC CGL, +2 ലെവൽ മുതലുള്ളവർക്ക് തന്നെ എഴുതാൻ പറ്റുന്ന SSC CHSL, പിന്നെ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന SSC MTS എന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ എക്സാംസിനെല്ലാം തന്നെ നോർമലി ഉള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ CGL അല്ലെങ്കിൽ CHSLൻ്റെ കാര്യം പറയുവാണെങ്കിൽ MTSൻ്റെ എക്സാം പാറ്റേണിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സിൽ നിന്നെല്ലാം കൂടെ 25, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ നിന്ന് 25. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് വൊക്കാബുലറിയും ഉണ്ടാവും, ഗ്രാമർ പാർട്ടും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ജനറലി SSC എക്സാംസിന് ഉണ്ടാവുക. SSCക്കിൻ്റെ കീഴിൽ ഇതല്ലാതെ തന്നെ CPO എന്ന് പറയുന്ന എക്സാം വരും, സ്റ്റെനോ എന്ന് പറയുന്ന എക്സാം വരും, GD എക്സാം വരും, അപ്പോൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ വരും. ഇങ്ങനത്തെ പല എക്സാംസും എക്സ്ട്രാ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എക്സാം പാറ്റേണും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്നാലും ഓൾമോസ്റ്റ് സിലബസ് എന്ന് പറയുന്നത് ഈ 4 ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബാങ്ക് എക്സാംസ് വരികയാണെങ്കിൽ മെയിനായിട്ട് IBPSൻ്റെ PO ക്ലർക്ക് വരും, SBIയുടെ PO ക്ലർക്ക് വരും, പിന്നെ നമ്മുടെ RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാംസ് വരും. ഈ എക്സാംസൊക്കെയാണ് എല്ലാ വർഷവും നടന്നു പോവുക. അപ്പം ഇവിടെയും നിങ്ങളോട് ചോദിക്കുന്നത് റീസണിങ് എബിലിറ്റി ചോദിക്കും, ന്യൂമറിക്കൽ എബിലിറ്റി ചോദിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിക്കും, ജനറൽ അവയർനെസ് ചോദിക്കും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ നോളജൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് SSCയുടെ ടയർ 2ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കമ്പ്യൂട്ടർ അവയർനെസ്. അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു എക്സാമിന് പഠിക്കണത് മറ്റേ എക്സാമിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ഒബ്വിയസ്ലി എക്സ്ട്രാ ടൈമും എക്സ്ട്രാ എഫേർട്ടും ഇടാൻ റെഡിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ പതുക്കെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അടുത്ത കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങളിപ്പോൾ ബാങ്കിൻ്റെ സിലബസ് നല്ല സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മോക്കൊക്കെ എടുത്ത് അതിൻ്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ SSCക്ക് വേണ്ട എക്സ്ട്രാ ടോപ്പിക്സ് പഠിക്കാം. അതല്ല നിങ്ങൾ SSCയുടെ സിലബസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഫൈനാൻഷ്യൽ അവയർനെസ്സും എക്കണോമിക്സും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുക, റീസണിങ് കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക, ബാങ്കിൻ്റെ മോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിങ് കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു റിസ്ക് ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് 2 എക്സാംസും എഴുതണം, ഒരു വർഷം ഒരു 10 എക്സാംസോളം എനിക്ക് കിട്ടും, അങ്ങനെയാണ് എനിക്ക് പെട്ടെന്നൊരു ജോലിയിലേക്ക് വരണം, അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെഡ്യൂൾ ഞാൻ പറഞ്ഞു. 8 to 10 hours എങ്കിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 2 എക്സാംസിനും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. അതിനകത്ത് ബാങ്കിങ്ങിനും അതുപോലെ തന്നെ SSCക്കും വേണ്ടി നിങ്ങൾ ഒരുപോലെ സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇത് മൂന്നും കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഏരിയാസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഈ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കേണ്ടത് സ്പെസിഫിക് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക്
ഓരോ ഏരിയാസിലും കുറച്ചും കൂടെ സമയത്തിൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് കാലം നമ്മൾ മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാത്സിന് നമുക്ക് അധികം സമയം വേണ്ടി വരില്ല. പക്ഷേ GK നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. റീസണിങ്ങിന് അധികം സമയം വേണ്ടി വരില്ല. പക്ഷേ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ കുറച്ചും കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ലോജിക്കലി അതുപോലെ നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ വീക്ക്, എവിടെയാണ് നിങ്ങൾ സ്ട്രോങ് എന്നുള്ളതനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഏരിയാസ് ഡൊണേറ്റ് ചെയ്ത് സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ് അവയർനെസ് തുടങ്ങിയ ടോപ്പിക്കുകൾക്ക് ബാങ്ക് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അത് ഒബ്വിയസ്ലി നിങ്ങളെ SSC എക്സാംസിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത്രയും ഒരു ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സമയം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരാഴ്ചയിൽ പല ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ബാങ്ക്, ഇപ്പോൾ നിങ്ങൾ രണ്ടിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തു അല്ലെങ്കിൽ ഒരുവിധം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ദിവസങ്ങൾ, ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു 4 ദിവസം SSCക്കും 3 ദിവസം ബാങ്കിനും, അല്ലെങ്കിൽ നേരെ തിരിച്ചെന്നുള്ള രീതിയിൽ 3 ദിവസം SSCക്കും 3 ദിവസം ബാങ്കിനും 1 ദിവസം കോമൺ ആയിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയം അലോക്കേറ്റ് ചെയ്ത് ഡേയ്സ് അലോക്കേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൺഡേയും വെനസ്ഡേയും നിങ്ങൾ SSC ടോപ്പിക്സ് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തേഴ്സ്ഡേയും സാറ്റർഡേയും എന്ത് ചെയ്യാം, ബാങ്കിൻ്റെ ടോപ്പിക്കുകൾ പഠിക്കാം. സൺഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൺഡേ നിങ്ങൾക്ക് കോമൺ ടോപ്പിക്കുകൾ പഠിക്കാം. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡേയ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് മോക്ക് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ഉറപ്പായിട്ടും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, നിങ്ങൾ റിവിഷന് വേണ്ടി കൃത്യമായിട്ട് സമയം ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരുവിധം സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ മോക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, GK കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനും കാര്യങ്ങൾ എന്താ പറയുക അപഗ്രഥിക്കാനും ഒക്കെ പറ്റുക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നോക്കി ചെയ്ത് പോകണം. അതുപോലെ തന്നെ റീസണിങ്, ബാങ്കിൻ്റെ റീസണിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമാണ്. SSCക്ക് ആവശ്യമാണ്, പക്ഷേ ബാങ്കിൻ്റെ ആ ഒരു സ്പീഡും ലെവലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ പ്രാക്ടീസ് നിങ്ങൾ ഊന്നൽ കൊടുത്ത് തന്നെ ചെയ്യണം. അതുപോലെ SSCയിലേക്ക് വരുമ്പോൾ GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് ബേൺ ഔട്ട് ആവുന്ന ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് ബാങ്കിന് ചോദിക്കുക. SSC 1 to 2 ഇയേഴ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബാങ്കിന് വേണ്ടി ഇപ്പോൾ ബാങ്ക് എക്സാംസ് ഒരെണ്ണം വരണുണ്ട്, ഇപ്പോൾ SBI ക്ലർക്ക് വരണുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജനറലി കറണ്ട് അഫയേഴ്സ് നോക്കി പോവും. പക്ഷേ ആ ബാങ്കിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ എക്സാമിന് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അത് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഏത് എക്സാമിന് പോകുന്നതിന് മുന്നേയും ആ എക്സാമിൻ്റെ ടോപ്പിക്കും ഏരിയ ഓഫ് സ്പെസിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് അത് നിങ്ങൾ നല്ലോണം ചെയ്യണമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ആ പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. എല്ലാ എക്സാംസിനും ഒരു മാസം മുന്നേ ആ എക്സാമിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ മാറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ SSCക്ക് വരുന്ന എക്സ്ട്രാ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു GK ഉണ്ട്, സയൻസ് സബ്ജക്റ്റുകളെല്ലാം, അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരും. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് എല്ലാം വരും. എക്കണോമി അത്യാവശ്യം ബാങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ജോമെട്രി, ടിഗ്നോമെട്രി, ഓൾജിബ്ര എല്ലാം നമ്മുടെ എന്താ പറയുക SSCക്ക് വരുന്ന എക്സ്ട്രാ ടോപ്പിക്സ് ആണ്. നമ്പർ സിസ്റ്റത്തിലെ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ബാങ്കിന് ചോദിക്കാറില്ല, SSCക്കാണ് ചോദിക്കുക. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും SSCക്ക് മാത്രമേ ചോദിക്കാറുള്ളൂ. ബാങ്കിന് പൊതുവിൽ കാണാറില്ല. ബാങ്കിന് ഗ്രാമറും ഒക്യാബും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എക്സാംസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ ബാങ്ക് ആയാലും SSC ആയാലും വളരെ നല്ല ജോലികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. രണ്ടും അത്യാവശ്യം നിങ്ങൾ എഴുതുന്ന ക്ലിയർ ചെയ്യുന്ന എക്സാംസിനനുസരിച്ച്, നിങ്ങളിപ്പോൾ ക്ലറിക്കൽ ലെവലാണോ PO ആണോ എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുക സാലറി കൂടി വരും. അതായത് ഇപ്പോൾ നിങ്ങൾ ബാങ്കിൻ്റെ ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 25,000 to 30,000 ആയിരിക്കും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി സ്റ്റാർട്ടിങ്ങിൽ വരിക. അതിന് നോർമലി റൈസ് ഉണ്ടാവും, പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാവും. PO ആണെങ്കിൽ ഒരു
70,000 ആ ലെവലിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി കിട്ടും. ഇനി അതല്ല SSCയിലേക്ക് വരികയാണെങ്കിലും നിങ്ങളൊരു CHSL ഒക്കെ ആണെങ്കിൽ 35 to 40,000, MTS ആണെങ്കിൽ 30,000 ആ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് സാലറി വരിക. CGL നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 70,000, 60-70,000 തന്നെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. രണ്ട് ജോലികൾക്കും എല്ലാ രീതിയിലുമുള്ള ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കാര്യങ്ങളും മെഡിക്കൽ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, രണ്ടും ഗവൺമെൻറ് ജോലിയാണ്. പിന്നെ CGL അല്ലെങ്കിൽ CGL പോലുള്ള SSCയുടെ പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സർവീസ് രംഗത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബാണ്, ഇപ്പോൾ എനിക്കൊരു യൂണിഫോം പോസ്റ്റാണ് വേണ്ടത്, അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ SSCക്ക് വേണ്ടി മാത്രം ട്രൈ ചെയ്യുക. അല്ല എനിക്കൊരു ബാങ്കിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇല്ല എനിക്കൊരു ഗവൺമെൻറ് ജോലിയാണ് വേണ്ടത്, എനിക്ക് കുറച്ച് സമയമുണ്ട്, ഐ ആം ബ്രില്യൻറ്റിനേക്കാൾ കൂടുതൽ ഐ ആം റെഡി ടു വർക്ക് ഹാർഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും വേണ്ടിയിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോസും കോൺസും പറഞ്ഞു തരാം എന്നുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ടും ചെയ്യണോ ഏതെങ്കിലും ഒന്ന് ചെയ്യണോ എന്നുള്ളത്. പക്ഷേ ഏത് എക്സാമിന് പഠിച്ചാലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് കാലം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഒരുപാട് കാലം എന്ന് പറയുന്നത് ഡിപ്പെൻസ്, ഓരോ മനുഷ്യന്മാരും അവരുടെ എബിലിറ്റിയും അവർ ഹാർഡ് വർക്ക് ചെയ്യണതുമനുസരിച്ച് ഡിപ്പെൻസ്. ഒരു ആവറേജ് 1 to 3 years ഒക്കെ എടുത്തിട്ടാണ് എല്ലാവരും എക്സാംസ് ക്ലിയർ ചെയ്യുക. ഒരു വർഷത്തിൽ താഴെ സമയത്തിൽ ക്ലിയർ ചെയ്ത ആൾക്കാരെയും എനിക്ക് പേഴ്സണലി നല്ല പരിചയമുണ്ട്. എൻ്റെ കുട്ടികൾ ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 3 years 4 years എടുത്ത് ക്ലിയർ ചെയ്ത ആൾക്കാരെയും എനിക്കറിയാം. കുറേ നമ്മുടെ ഭാഗ്യം, സമയം, മോർ ദാൻ എല്ലാത്തിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കുക. ഇറ്റ്സ് നോട്ട് ഈസി, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും, അങ്ങനെയല്ല. ഇത് ഈസി ആയിരുന്നെങ്കിൽ എല്ലാവർക്കും കിട്ടിയേനെ. പക്ഷേ ഇത് ഈസി അല്ല, ദിസ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അത് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി എഫേർട്സ് ഇടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട്. സോ ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ടൈം, ബൈ.